പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നിരുന്നു. പടം പൊട്ടിപ്പോയി. പക്ഷേ വൈബ് അടിപൊളിയായിരുന്നു. എനിക്ക് അന്നേ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വൺ ഓഫ് ദ കോളേജിൽ ഒന്നായിരുന്നു എനിക്ക് ഇവിടുത്തെ UC കോളേജിലുണ്ടായ സന്തോഷമുണ്ട്. അപ്പോ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേയുടെ അന്നാണ് ഞങ്ങളുടെ സിനിമ വൈകിളി കേരളത്തിലുണ്ട്. എന്താ പാട്ടോ? അപ്പോ ഫെബ്രുവരി 14 പാട്ടിറങ്ങിയ ഗാഡിയിൽ കണ്ടോ? അപ്പോ സിനിമ എന്തായാലും നിങ്ങളുടെ തിയേറ്ററിൽ പോയിട്ട് കാണണം. നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരും, നിങ്ങളുടെ ഫ്രണ്ട്സിനെയും നിങ്ങളുടെ പാരൻസിനെയും നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സിനെയും ബോയ് ഫ്രണ്ട്സിനെയും പടത്തിന്റെ ടൈറ്റിൽ പോലെ തന്നെ പൈങ്കിളി എന്ന ടൈറ്റിൽ പോലെ തന്നെ പടം പൈങ്കിളിയാണ്. അപ്പൊ പൈങ്കിളി ഇഷ്ടപ്പെടുന്ന എല്ലാവരും പടത്തിന് പോയി കാണില്ലേ? അപ്പൊ താങ്ക് യു. പോയി കഴിഞ്ഞിരിക്കുന്ന ഈ ആർപ്പുളിക്കൊക്കെ താങ്ക് യു സോ മച്ച്. ഹലോ യൂസി, ഞാൻ എല്ലാ തവണയും വരുമ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്റെ വീടിനടുത്താണ് വെല്ലുവിളി. നേരെ ഇറക്കത്തിൽ പോയി കഴിഞ്ഞാൽ 3 കിലോമീറ്റർ എന്റെ വീട്. എന്താ ഞാൻ അവിടുത്തെ വീട് മാറാം. ഞാൻ റൊമാൻസിന്റെ പ്രൊമോഷൻ വന്നിട്ടുണ്ട്, ആവേശത്തിന്റെ പ്രൊമോഷൻ വന്നിട്ടുണ്ട്, ചാവേന്റെ പ്രൊമോഷൻ വന്നിട്ടുണ്ട്. 4ാമത് വന്നിട്ടുണ്ട്. ഫെബ്രുവരി 14 പടം. നമ്മുടെ ശ്രീജിത്തേന അറിയില്ലേ, മറ്റേ ആവേശത്തിനൊക്കെ ഹോസ്റ്റൽ വാർഡനായിട്ട് അസോസിയേറ്റൊക്കെ ആയിട്ട് ആഷിഖും സുരേഷ് പോത്തൻ അവരുടെ കൂടെ ഡയറക്ഷനിലൊക്കെ കയറുന്നു. അപ്പൊ പുള്ളി ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയുടെ പൈക്ക് അതിലേക്ക് നായകനാവാൻ പറ്റി. അപ്പോ ബാക്കിയുള്ള പടങ്ങളൊക്കെ മിന്നിച്ചേക്കണ പോലെ പൈകിൽ നിങ്ങൾ പിന്നിക്കണം. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്കാണുള്ളത്. അതുപോലെ ജിത്തുമാർ എന്താ ഡിസ്റ്റർബ് ചെയ്യണം പറയേണ്ടത് എന്നിട്ട് നമുക്ക് അലമ്പാം ലാസ്റ്റ്. ഓക്കെ, അപ്പോ ജിത്തുമാധവനാണ് ആവേശത്തിന് ശേഷം പുള്ളി എഴുതി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമുള്ളൂ. ഫാദർക്ക് വൺ ഓഫ് ദ പ്രൊഡ്യൂസറാണ്. അപ്പോ ജസ്റ്റിൻ വർഗീസിന്റെ മ്യൂസിക്, അതിലൊരു സോങ് ഇറങ്ങിയിട്ട് ഹാർട്ട് അറ്റാക്ക് കണ്ടായിരുന്ന കുറച്ച് നേരം അതുള്ളൂ. കണ്ടായിരുന്ന അരി കുറച്ചും കൂടെ പ്ലേ ചെയ്യാം. ഇവിടെ അതിനോട് സെറ്റൊക്കെ ഉണ്ടോ? ഉണ്ടാ, അതൊന്ന് പ്ലേ ചെയ്യാം നമുക്കത്. അതുപോലെ മൊത്തം 8 പാട്ട് അങ്ങനെയൊക്കെ വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞിട്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം, പൊന്മാർ കൂടുതൽ പടങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ ഞാനൊരു ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല അഭിപ്രായമൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കണ്ടോ? എനിക്ക് കാണണം. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള സംസാരിക്കാൻ ശേഷം സോങ്ങ് കാണാം. എന്താ ഓക്കെ. ഫെബ്രുവരി 14 റിലീസാവുകയാണ്. ഫസ്റ്റ് ഓണമാണ്. ചെയ്യണം. അതായത് തിയേറ്ററിൽ തന്നെ പോയി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. നമ്മുടെ ഏറെ പ്രിയങ്കരനായ റോഷൻ ചാനവാസിനെ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഇങ്ങോട്ടേക്ക് വരുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ തവണ ആവേശത്തിന്റെ പ്രൊമോഷന് ആയിട്ട് അന്ന് നിങ്ങൾ എനർജി പൈകളിലേക്ക് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഫെബ്രുവരി 14 എല്ലാവരും പോയി പൈകളി കാണും. താങ്ക് യു. ഹായ് യൂസി, ഒന്നും പറയാനില്ല. നിങ്ങളെല്ലാവരും പോയി പൈങ്കിളി 14 കാണണം. എല്ലാവരും കളിക്കാൻ പെർഫോമൻസ് ആണ്. ഹാപ്പി വാലന്റൈൻസ് ഡേ ഇൻ അഡ്വാൻസ്. താങ്ക് യു.